അല്ല സാർ, പ്രതികരിച്ചു എന്നുള്ള കാര്യത്തോട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ പ്രതികരിച്ചിരിക്കുന്നത് അങ്ങീ പറയുന്നത് പോലെ തന്നെ രണ്ടാം നിരയിലുള്ള കുറച്ച് ആൾക്കാരെ ഇറക്കി നിർത്തിയിട്ട് ഒഴുക്കം വെട്ടലുള്ള ചില പ്രതികരണങ്ങളുണ്ട്. നമ്മൾ ആ പ്രതികരണത്തെക്കുറിച്ച് തപ്പിക്കഴിഞ്ഞാൽ, അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ കയ്യിലേക്ക് വരുന്ന തലത്തിലുള്ള ചില പ്രതികരണങ്ങളുണ്ട്. ഇപ്പം അങ്ങയോട് ശ്രീ അനിൽ നമ്പ്യാർ ഞാനും ആദ്യത്തെ റൗണ്ടിൽ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. എൻ്റെ ചോദ്യം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഹമാസ് ആക്രമിക്കപ്പെടുന്നത് പോലെ പലസ്തീൻ ആക്രമിക്കപ്പെടുമ്പോഴുള്ളതുപോലുള്ള അങ്ങ് അതിശക്തമായി അപലപിച്ചു എന്നൊന്നും പറയരുത് സാർ. അതിശക്തമായിട്ടൊന്നും ആ തരത്തിലുള്ള അപലപനമൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. നമ്മുടെ കേരളത്തില് നിയമസഭയ്ക്കകത്ത് വരെ ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി ചേർന്നുകൊണ്ട് അപലപിക്കുന്ന തലത്തിലേക്കാണ് പലസ്തീൻ വിഷയം വരുന്ന സമയത്ത് നിങ്ങൾ പെരുമാറിയിട്ടുള്ളത്. അല്ല, അത് അവിടെ നിൽക്കട്ടെ. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അതിന്റെ 10-1 ഒരു ഫോഴ്സോട് കൂടിയിട്ടുള്ള ഒരു പ്രതികരണം നിങ്ങളുടെ ആരുടെയും ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പിന്തുണയോടുകൂടിയാണ് നിങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും മത്സരിക്കുന്നതും നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അവരുടേതായ വോട്ട് ബാങ്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം നിങ്ങൾക്ക് അവരെ ആരെയും പിണക്കുന്നതിനോട് താല്പര്യമില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നെ അങ്ങ് സിറിയയിലെയും അവിടുത്തെ കാര്യം പറഞ്ഞു. ശരി, നിങ്ങൾ പലസ്തീനിൽ ആൾക്കാർ ചെയ്തപ്പോൾ നിങ്ങൾ അപലപിച്ചു, ബംഗ്ലാദേശിലും നിങ്ങൾ അപലപിച്ചു എന്ന്. എന്നാൽ പിന്നെ നിങ്ങളെന്താ സിറിയയും ബംഗ്ലാദേശും ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറിയയുടെ കാര്യത്തിൽ എന്താ അപലപിക്കാൻ പോകാത്തെ? നിങ്ങൾ ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് സിറിയയിലെ കാര്യത്തിൽ എന്തിനാ അപലപിക്കാൻ പോകാത്തെ? അപ്പോൾ സിറിയയും ബംഗ്ലാദേശും ഒരുപോലെയൊന്നും അല്ല. ബംഗ്ലാദേശിലെ വിഷയത്തിനകത്ത് വേറെ പ്രത്യേകമായിട്ടുള്ള കരുതൽ തന്നെ ആവശ്യമുണ്ട്. അത് നിങ്ങൾ പലസ്തീനിൽ കൊടുക്കുന്ന ആ കരുതലുണ്ടല്ലോ, ആ കരുതലിൻ്റെ അതേ ഇൻറ്റൻസിറ്റിയിലല്ല, അതിൽ മുകളിലുള്ള ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾ കൺസേൺ രേഖപ്പെടുത്തേണ്ടതാണ്. അല്ലാണ്ട് ഒഴുക്കം മട്ടിൽ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകേണ്ടതല്ല എന്ന് അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഒരൊറ്റ കാര്യം കൂടി അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി തന്നെ പല കമ്പനീസും അവിടെ പവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 60-70% അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റിയൊക്കെ കട്ട് ചെയ്യുന്ന സാഹചര്യം ഇതിനോടകം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങും ഉൾപ്പെടെ പറഞ്ഞതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ജനത നമുക്കെതിരല്ല, ചില ഫണ്ടമെന്റലിസ്റ്റുകളാണ് നമുക്കെതിരായിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് ഫോഴ്സസിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശിലെ ജനതയെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ ജനത ഉൾപ്പെടെ നമുക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടാവുകയും വേണമെന്നാണ്. അങ്ങനെ ഒറ്റയടിക്ക് അവിടെ കുടിവെള്ളവും കറണ്ടും എല്ലാം കൂടി ഇന്ത്യ കട്ട് ചെയ്ത് കളയുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജനതയുടെ മനസ്സിനകത്തും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ശത്രു രാജ്യമാണ് എന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പ് ആവും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ മുഖങ്ങളും അവരുടെ നേതാക്കളും ആഗ്രഹിക്കുന്നതെന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം. സ്വാഭാവികമാണ് അതൊക്കെ. നിങ്ങൾ കൂട്ടുകക്ഷിയാകുമ്പോൾ എല്ലാവർക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. അവരുടെ ജിഹ്വയായിട്ട് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇവിടെ പലരും പ്രവർത്തിക്കും. നമുക്ക് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയില്ല. എടുപിടിന്ന് ഭാവിയിൽ ചിലപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് വരെ പോകേണ്ടി വരും. ഗവൺമെന്റിനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല എന്നും പറയുന്നില്ല. ഓക്കെ, എന്തായാലും കോൺഗ്രസിൻ്റെ വീര്യം കുറഞ്ഞ പ്രസ്താവനകളിൽ, സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒന്നും ഈ ഫണ്ടമെൻ്റലിസ്റ്റ് ഫോഴ്സസിനെ കുറിച്ച്, അതായത് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല, പ്രതിപാദിച്ചിട്ടില്ല.